സാധാരണ ഈ ഗസയിലുള്ള ആളുകളും അവരൊക്കെ ഉറക്കെ വിളിച്ചു പറയുന്ന ഇപ്പോഴത്തെ ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു. സിൻവാറാണെന്ന് തോന്നുന്നു ഈ ആയത്ത് പറഞ്ഞു, അല്ലദീന ഖാല ലഹുമുന്നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ. വരുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെ ഇമോഷണലി കണ്ടേ പറ്റും. الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل. അത് മൂപ്പരിങ്ങനെ ഭയങ്കര കൂളായിട്ട് അവിടെ ആരാണ് അപ്പുറത്ത് നിൽക്കുന്ന എനിമി? ഇസ്രായേലിനോട് ഇങ്ങനെ നോക്കിയിട്ട് പറയാണ്. ഇതേപോലെ മുമ്പ് ചരിത്രത്തിലുണ്ട്. ഈ ഉഹുദ് പറഞ്ഞപ്പോഴാണ് എനിക്ക് കത്തിയത്. അല്ലദീന ഖാല ലഹുമുന്നാസു ഇന്നന്നാസ ഖദ് ഒരാൾ വന്നിട്ട് പറയാണ്, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, നിങ്ങൾക്കെതിരെ വലിയൊരാൾക്കൂട്ടം, വലിയൊരു ടീം അവിടെ നിങ്ങൾക്കെതിരെ സജ്ജരായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പേടിച്ചോളി, ഫഖ്ശൗഹും, അതുകൊണ്ട് നിങ്ങൾ പേടിച്ചോളി. കാരണം ഒരിടത്ത് എല്ലാവിധ സന്നാഹങ്ങളും ഉണ്ട്. നിങ്ങളെ ഫോണിൽ ഏതൊക്കെ ആപ്പുകളാണ് ഉള്ളത്, നിങ്ങളെ ഫോണിൽ ഏതൊക്കെ ഫോട്ടോകളാണ് ഉള്ളത്, നിങ്ങളെ ഫോണിൻ്റെ ബ്രാൻഡ് ഏതാണ് എന്ന് വരെ നോക്കി നിന്ന് അറിയാൻ കഴിയുന്ന ഒരു ഇൻ്റലിജൻസ് എവിടെ? അവിടെ ഫലസ്തീനുള്ളവരല്ല, ഇവിടെ ഇന്ത്യക്കാരുടെ വരെ അറിയാൻ കഴിയുന്ന അത്രയും ഇൻ്റലിജൻസ് ആണ് മൊസാദിനുള്ളത്. അവരെ നിങ്ങൾ പേടിച്ചോളി എന്ന് പറയുമ്പോൾ അവരെന്താ പറയുന്നത്? ഫസാദഹും ഈമാന. അവർക്കൊരു കൂസലുമില്ല, അവരുടെ ഈമാന് വർദ്ധിക്കുന്നു. എന്നിട്ട് വഖാലു ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് പഠിച്ചാൽ മതി, പഠിച്ചവനെ ഞങ്ങൾക്ക് വക്കാലത്ത് ഏൽപ്പിക്കാൻ. ഇത് ഈ ഞാൻ എന്താ ചെയ്തിരുന്നു വെച്ചാൽ, നമ്മൾ ഈ എപ്പിസോഡിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതായത് കുറേ ഫലസ്തീനുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. പല പേജുകളിലായിട്ട് ഐസം ഫലസ്തീൻ ഉണ്ട്, കുറേ പേജുകളുണ്ടല്ലോ. ഇരുന്ന് ഇങ്ങനെ നോക്കാൻ തുടങ്ങി. അതിലൊക്കെ എവിടെയൊക്കെയാണോ ഖുർആൻ ആയത്തുകളിൽ അതൊക്കെ നോട്ട് ചെയ്യാൻ തുടങ്ങി. ഏതായത്ത്. എന്നിട്ട് തഫ്സീർ എടുത്ത്, ഇന്നിൻ്റെ മെയിൻ പണിയാണ് തഫ്സീർ എടുത്ത്, പല തഫ്സീറുകളും എടുത്ത് ഈ ആയത്തുകളുടെ സബബ് എന്താണ്, ഇത് ഏത് പശ്ചാത്തലത്തിൽ ഇറങ്ങി, ഇതെന്താണ് പറയുന്നത് എന്ന് തഫ്സീർ മുഫസ്സിരീങ്ങൾ എന്താണോ പറയുന്നത് അതിങ്ങനെ വായിച്ചു നോക്കി. അപ്പോൾ ഇത് ഞാൻ ഷഹീദ് സിൻവാറിൻ്റെ ഇതിലാണ് ഈ ആയത്ത് കേൾക്കുന്നത്. അപ്പോൾ ഈ ആയത്തിൻ്റെ തഫ്സീർ നോക്കുമ്പോൾ ഇതേപോലെ ഉഹുദ് യുദ്ധം കഴിഞ്ഞു. ഉഹുദ് യുദ്ധം കഴിഞ്ഞപ്പോൾ അബൂ സുഫിയാൻ കൂട്ടരെന്ത് ചെയ്ത് വെല്ലുവിളിച്ച്, അടുത്ത കൊല്ലം കാണാടാ, ബദർ വെച്ച് കാണാടാന്ന് പറയുന്നുണ്ട്. അല്ല, ഉഹുദ് കഴിഞ്ഞിട്ട് അടുത്ത കൊല്ലം, ഉഹുദിൽ ജയിച്ചല്ലോ അപ്പൊ അടുത്ത കൊല്ലം കാണാന്ന് പറഞ്ഞിട്ട് ഒരു ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത കൊല്ലം കാണാന്ന് പറയുന്നുണ്ട് ബദറിൽ വെച്ചിട്ട്. അപ്പോൾ പിറ്റത്തെ കൊല്ലം ആയപ്പോഴേക്കും എന്ത് ചെയ്തു, മക്കയിൽ ക്ഷാമം വരൾച്ചൊക്കെ വന്നു. അപ്പോൾ എന്ത് ചെയ്തു, ഇവർക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥ വന്നു. പക്ഷെ എന്ത് ചെയ്തു, പോകാൻ കഴിഞ്ഞില്ലെങ്കിലും പേടിപ്പിക്കണമല്ലോ. അപ്പോൾ എന്ത് ചെയ്തു, അബൂ സുഫിയാന് ഒരാളെ പറഞ്ഞയച്ച് മദീനയിലേക്ക്. എന്നിട്ട് എന്ത് ചെയ്തു, അവരോട് എന്താണ് ഒരു ദൗത്യം എന്താ വെച്ചാൽ അയാൾ പറഞ്ഞ് പേടിപ്പിക്കുക. മക്കയിൽ ഇതേവരെ അറേബ്യ കാണാത്തൊരു വലിയ സൈന്യം സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. അറേബ്യയിലുള്ള ഒരു സൈന്യത്തെയും ഒരാൾക്കും ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ കഴിയാത്തൊരു വലിയ സൈന്യം അവിടെ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് പേടിച്ചോളിട്ട ഫഖ്ശൗഹും, നിങ്ങളവരെ പേടിച്ചോളിട്ടാന്ന് പറയണം. അപ്പോൾ റസൂൽ അപ്പം തന്നെ സ്വഹാബികളെ വിളിച്ചു, അവരോട് യുദ്ധത്തിന് വേണ്ടി, അതായത് അടുത്ത കൊല്ലം വരാമെന്ന് പറഞ്ഞാണല്ലോ, യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ വന്നു. പക്ഷെ ചിലർക്കൊക്കെ അത് ബാധിച്ചിട്ടോ, ചിലവർക്കൊക്കെ പേടി വന്നു. അത് ഇത്ര വലിയ സൈനാണല്ലോ, നമുക്കൊരു നിലക്കും ഇടപെടാൻ ആത്മവിശ്വാസം തളർത്താൻ വേണ്ടി ചിലരെ ബാധിച്ചു. അപ്പോൾ റസൂൽ വലിയൊരു സദസ്സിനെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ആര് വന്നില്ലെങ്കിലും ഞാൻ ഒറ്റക്ക് പോവാണ് ബദറിലേക്ക്, എൻ്റെ കൂടെ ആരാ വരുന്നത് പോന്നോളിയും. അങ്ങനെ റസൂലിൻ്റെ കൂടെ 1500 ആളായിട്ടാണ് അന്ന് ബദർ യുഹുദ് കഴിഞ്ഞ് പിറ്റത്തെ കൊല്ലം അതിനു വേണ്ടി പോകുന്നത്. അപ്പോൾ പോയതോടുകൂടി കുടുങ്ങിപ്പോയി. എന്താ വിചാരിച്ചിരുന്നു ആ യുദ്ധത്തിന് വേണ്ടി, അതായത് ഇവരെ ഐഡിയ അതാണ്. എന്തായാലും അബൂ സുഫിയാൻ വെല്ലുവിളിച്ചു പോയി. അപ്പോൾ അടുത്ത കൊല്ലം എന്തായാലും വരണം യുദ്ധത്തിന്. പക്ഷെ യുദ്ധത്തിന് വരാനുള്ള ആവതില്ല. അപ്പം എന്ത് ചെയ്യും, ആളെ വിളിച്ച് പേടിപ്പിച്ചു. അപ്പോൾ ഇവർ വരാതിരുന്നാൽ എന്ത് ചെയ്ത്, ഇവൻ്റെ മേത്ത് കിടാലോ, ഇവർ പേടിച്ചിട്ട് വരാതിരുന്നതാണ്. പക്ഷെ ഇവർ ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയപ്പോൾ ഇവർ കുടുങ്ങിപ്പോയി. അപ്പോൾ ഇവരെന്ത് ചെയ്തു, അബൂ സുഫിയാൻ സൈന്യമായിട്ട് വരാൻ തുടങ്ങി. അത്ര വലിയ സൈന്യമൊന്നുമല്ല, അവർ പറഞ്ഞ് പേടിപ്പിച്ച അത്ര സൈന്യമൊന്നുമല്ല. പക്ഷെ പൗതി എത്തിയപ്പോൾ അബൂ സുഫിയാൻ മനസ്സിലായി ഇത് പരിപാടി നടക്കും തോന്നുന്നില്ല. അങ്ങനെ ഒരു കാരണം പറഞ്ഞിട്ട് അബൂ സുഫിയാനും സൈന്യം തിരിച്ചു പോകും. അങ്ങനെ ആ ബദറിൽ ഒരാഴ്ചത്തോളം നിന്നിട്ട് വലിയൊരു കച്ചവട സംഘത്തെ കണ്ടുകൂട്ടിയും അവരടുത്ത് കച്ചവടം നടത്തി അങ്ങനെ വലിയ ലാഭമൊക്കെ കൊയ്തിട്ടാണ് ആ പ്രാവശ്യം ഇവർ തിരിച്ചിരുന്നത്. അപ്പോൾ ഇതാണ് ആയത്തിൻ്റെ പൈസ. അല്ലദീന ഖാല ലഹുമുന്നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാന. എല്ലാം ഇപ്പോൾ ഈ ആയത്തിൻ്റെ തുടക്കമാണ് സിൻവാർ പറയുന്നത്. അതിൻ്റെ ഒടുക്ക എത്രങ്ങാനും ആൾക്കാരാണ് പറയുന്നത് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. അതായത് ഈ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ നമ്മളിങ്ങനെ
പ്രവാചക ചരിത്രം പിന്നെ ഫലസ്തീൻ കേൾക്കല. പ്രവാചക ചരിത്രത്തിന് മുമ്പ് ഈ ഒരു ചരിത്രമുണ്ട് ഈ ആയത്തിന്. അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചരിത്രം സെയിം മൊമെന്റ് ആണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ത് ചെയ്ത് ക്ഷേത്രത്തിലെ എല്ലാ വിഗ്രഹങ്ങളെയും പൊളിച്ച് ഇബ്രാഹിമാണ് പ്രശ്നം, ഇബ്രാഹിമിനെ നശിപ്പിക്കണം, തീയിലിടണം. അവിടുത്തെ രാജാവ്, ജനങ്ങൾ, ഉപ്പ പോലും ഇബ്രാഹിമിനെ തീക്കിടണം. എല്ലാവരും ഇബ്രാഹിം നബിക്കെതിരെ തിരിഞ്ഞ് തീക്കിടാൻ പോവാണ്. വലിയ അഗ്നികുണ്ഡം. പിന്നെ കുറേ ചരിത്രകാരന്മാർ പല രീതിയിലും, ചിലതൊക്കെ ലൈഫാണ്, അഗ്നികുണ്ഡത്തിനെ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ഇബ്രാഹിം എന്നുള്ള ഒരുത്തൻ ഒറ്റക്ക്, യുവാവ്, തീകുണ്ഡത്തിലേക്ക് എല്ലാവരും കൂടി കുത്താണ്. ഇബ്രാഹിം നബി എന്താ പറഞ്ഞത്? ഹസ്ബുനല്ലാഹു വനിഅൽ വക്കീൽ. എന്താ സംഭവിച്ചത്? പ്രകൃതി നിയമമാണ്, ഇത് തീയാണ്. തീയിലൊരു സാധനം വീണാൽ കരിയണം, കത്തണം. അതെന്താണ്? പ്രകൃതി നിയമമാണ്. അത് മാറ്റിയല്ല. അതാണല്ല ഹസ്ബുനല്ലാഹ് എന്ന് പറയുമ്പോൾ ഒരു കോൺഫിഡൻസ് അവിടെയാണ് കിട്ടുക. ആ തവക്കുൽ അവിടെ വരും. നമ്മൾ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കും, ദുന്യവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തും. ദുന്യവായിട്ടുള്ള കേവലം പുറത്ത് കാണുന്ന മാത്രമല്ല, വളരെ അടിസ്ഥാനമായിട്ട് ദുനിയാവ് ചലിക്കേണ്ട പ്രകൃതി നിയമം പോലും എന്ത് ചെയ്യും? ഹസ്ബുനല്ലാഹ്, അള്ളാഹ് എന്ത് ചെയ്യും? മാറ്റി കൊടുക്കും. അള്ളാഹ്ക്ക് വക്കാലത്ത് ഏൽപ്പിച്ച അള്ളാഹ് മാറ്റും. കൗഫ് അസ്ഹാബുൽ കൗഫിനെ ചരിത്രം അവൾക്ക് എന്താണ്? സൂര്യൻ്റെ ദിശ മാറ്റി കൊടുക്കണം. എന്ത്? ഇത്രയും കാലം ഉറങ്ങട്ടെ, പ്രശ്നം മാറട്ടെ, സൂര്യൻ്റെ ദിശ. അതായത് ഹസ്ബുനല്ലാഹു വനിഅൽ വക്കീൽ എന്ന് പറയുന്നത് അള്ളാഹുവിനെ വക്കാലത്ത് ഏൽപ്പിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെയും അപ്പുറത്ത് നിന്ന് അള്ളാഹ് എന്ത് ചെയ്യും? നമുക്ക് കാര്യങ്ങൾ മാറ്റി തരും, എളുപ്പാക്കി കൊടുക്കുന്നില്ല. ഇപ്പം മൂസാ നബിൻ്റെ ചെങ്കടൽ പിളർത്തി കൊടുക്കുക, കല്ല എന്നാണ്, കല്ല ഇന്ന മായ റബ്ബി സഹദീൻ, അള്ളാഹു എനിക്ക് വഴികാട്ടിത്തരും. അങ്ങനെയല്ലേ കടൽ എപ്പോഴെങ്കിലും പിളരുമോ? ജസ്റ്റ് ആലോചിച്ചാൽ അങ്ങനെ പറയാം.